പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്ന് അറിയാത്തവരാരുണ്ടാവില്ല. ഇതാണ് ബാംഗിൾസ്, അതല്ലെങ്കിൽ വള എന്ന് പറയാം. ഞാൻ പറയാണ്, ദിസ് ഈസ് എ സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെറും സൊല്യൂഷൻ അല്ല, ഇത് സോളിഡ് സൊല്യൂഷനാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള വള എങ്ങനെയാണ് സൊല്യൂഷൻ ആയത്? നമുക്ക് സംശയമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്? അപ്പോൾ അതേപോലെ നമ്മൾ മറ്റൊരു എക്സാമ്പിളിലേക്ക് വരാം. അതായത് നമുക്കറിയാം, അന്തരീക്ഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എയർ ഉണ്ട്. നമുക്ക് പറയാൻ കഴിയും എയർ ഈസ് എ ഗ്യാഷ്യസ് സൊല്യൂഷൻ. അപ്പോൾ എങ്ങനെയാണ് എയർ ഒരു ഗ്യാഷ്യസ് സൊല്യൂഷൻ ആയത്? സംശയം ഉണ്ടാകും. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു സോളിഡ് സൊല്യൂഷൻ എന്താണ്, ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്താണ്. നമ്മൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കും പെന്നൊക്കെ എടുത്ത് റെഡിയല്ലേ? അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും നോട്ട്സ് അപ്പോൾ എഴുതുകയും ചെയ്യുക. എല്ലാവരെയും ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടോപ്പിക്ക് സൊല്യൂഷനാണ്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഓർമ്മ വരിക, വാട്ടറിൽ നമ്മൾ ചില സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യുക. അതായത് ഉപ്പ്, അതേപോലെ ഷുഗർ ഒക്കെ ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷനാണ് നമുക്ക് ഓർമ്മ വരിക. അതേസമയം നമുക്കറിയാം എയർ, പെർഫ്യൂം, ആൻറ്റി പെർസ്പിറൻസ്, അതേപോലെ സ്റ്റീല്, ബ്രാസ്, ബ്രോൺസ് തുടങ്ങിയ അലോയ്സും സൊല്യൂഷൻസ് തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് എന്താണ് സൊല്യൂഷൻസ് എന്ന് നോക്കാം. സൊല്യൂഷൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർ മോർ കെമിക്കലി നോൺ റിയാക്ടിങ് സബ്സ്റ്റൻസ് ഹൂസ് കോമ്പോസിഷൻ ക്യാൻ ബി വാരിഡ് വിത്ത് സർട്ടൻ ലിമിറ്റ്സ്. അതായത് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ കെമിക്കലി നോൺ റിയാക്ടിങ് സബ്സ്റ്റൻസിൻ്റെ മിക്സ്ചറാണ്. ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോമ്പോസിഷൻ ഓഫ് ദ മിക്സ്ചർ യൂണിഫോം ത്രൂ ഔട്ട്. അതായത് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയാണ് ഒരു സൊല്യൂഷൻസ് അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഹോമോജീനിയസ് മിക്സ്ചർ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഷുഗർ സൊല്യൂഷൻ, അതേപോലെ സോൾട്ട് സൊല്യൂഷൻ. ഇത് ഹോമോജീനിയസ് ആണ്. ഒരു ഫേസ് മാത്രമാണ്, ലിക്വിഡ് ഫേസിലാണ് നമുക്ക് ഉണ്ടാവുക, നമുക്കറിയാം. ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്നത് സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി ചേർന്നാണ്. അപ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും എന്നാണ് നമുക്കറിയണം. സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷൻ്റെ അകത്തുള്ള ലാർജർ ക്വാണ്ടിറ്റി ഉള്ള സബ്സ്റ്റൻസിനെയാണ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഡിസോൾവിങ് സബ്സ്റ്റൻസിനെ നമ്മൾ സോൾവെൻ്റ് എന്ന് പറയും. അതേപോലെ സ്മോളർ ക്വാണ്ടിറ്റി ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയും. അല്ലെങ്കിൽ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസിനെയാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഷുഗർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഷുഗർ സ്മോളർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കും. വാട്ടർ ഈസ് ദ ലാർജർ ക്വാണ്ടിറ്റി, അതുകൊണ്ട് നമ്മളതിനെ സോൾവെൻറ്റ് എന്ന് വിളിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈനറി എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഹാവിങ് 2 കമ്പോണൻറ്റ്, 2 കമ്പോണൻ്റ് ഉള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ ബൈനറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്ന് സൊല്യൂട്ടും മറ്റൊന്ന് സോൾവെൻറ്റും ആയിരിക്കും. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ട്. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് സൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, സോളിഡ് സൊല്യൂഷൻ. അതായത് ഇവിടെ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സൊല്യൂഷൻ ഫസ്റ്റ് കേസിൽ ഗ്യാസ് ആണ്, സെക്കൻഡ് കേസിൽ ലിക്വിഡ് ആണ്, തേർഡ് കേസിൽ സോളിഡ് ആണ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് ഗ്യാഷ്യസ് സൊല്യൂഷൻ. അതിൽ 3 ടൈപ്സ്: ഗ്യാസ് ഇൻ ഗ്യാസ്, ലിക്വിഡ് ഇൻ ഗ്യാസ്, സോളിഡ് ഇൻ ഗ്യാസ്. ഇവിടെ ഗ്യാസ് ആണ് സോൾവെൻറ്റ്. ഗ്യാസ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് എയർ. എയറിൽ നമുക്കറിയാം ലാർജ് ക്വാണ്ടിറ്റി നൈട്രജൻ ആണ്. സോ നൈട്രജൻ സോൾവെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സൊല്യൂട്ട് മറ്റു ഗ്യാസുകളാണ്. ലിക്വിഡ് ഇൻ ഗ്യാസിന് എക്സാമ്പിൾ ആണ് ക്ലോറോഫോം പ്ലസ് നൈട്രജൻ ഗ്യാസ്. നൈട്രജൻ ഗ്യാസ് ആക്ട് ആസ് ദ സോൾവെൻറ്റ്, ലിക്വിഡ് ക്ലോറോഫോം ആക്ട് ആസ് ദ സൊല്യൂട്ട്.
സോളിഡ് ഇൻ ഗ്യാസിന് എക്സാമ്പിൾ ആണ് കംഫർ പ്ലസ് നൈട്രജൻ ഗ്യാസ്. സോളിഡ് കംഫർ ആക്ട് ആസ് ദ സൊല്യൂട്ട് ആൻഡ് നൈട്രജൻ ഗ്യാസ് ആക്ട് ആസ് ദ സോൾവെന്റ്. നെക്സ്റ്റ് ടൈപ്പ് സൊല്യൂഷൻ ആണ് ലിക്വിഡ് സൊല്യൂഷൻ. ഗ്യാസ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ഇൻ ലിക്വിഡ്. ഇവിടെ ലിക്വിഡ് ആണ് സോൾവെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റിൽ ഗ്യാസ് ഇൻ ലിക്വിഡിന് എക്സാമ്പിൾ നോക്കാം. നമുക്കറിയാം വാട്ടറിൽ ഓക്സിജൻ ഡിസോൾവ് ആണ്. സോ ഗ്യാസ് ഓക്സിജൻ ആക്ട് ആസ് ദ സൊല്യൂട്ട് ആൻഡ് വാട്ടർ ആക്ട് ആസ് ദ സോൾവെന്റ്. ലിക്വിഡിന് എക്സാമ്പിൾ ആണ് എത്തനോൾ പ്ലസ് വാട്ടർ. ഡ്രിങ്ക്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എത്തനോളും വാട്ടറും മിക്സ് ആക്കാറുണ്ട്. ഇവിടെ എത്തനോൾ സൊല്യൂട്ട് ആണ്, വാട്ടർ ഇസ് ദ സോൾവെന്റ്. സോളിഡ് ഇൻ ലിക്വിഡിന് എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് പ്ലസ് വാട്ടർ. ഇവിടെയും ലിക്വിഡാണ് സോൾവെൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ജനറലായിട്ട് നമുക്ക് പറയാം കെമിസ്ട്രി ലാബിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് സൊല്യൂഷൻ ആണ് സോളിഡ് സൊല്യൂഷൻ. ഗ്യാസ് ഇൻ സോളിഡ്, ലിക്വിഡ് ഇൻ സോളിഡ്, സോളിഡ് ഇൻ സോളിഡ്. ഇവിടെ സോൾവെൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് സോളിഡാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് നോക്കാം, ദാറ്റ് ഈസ് ഗ്യാസ് ഇൻ സോളിഡ്. ഗ്യാസ് ഇൻ സോളിഡിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ പ്ലസ് പലേഡിയം. അതായത് ഹൈഡ്രജൻ ഗ്യാസ് ഓവർ പലേഡിയം കാറ്റലിസ്റ്റ് നമ്മൾ ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ് ഉപയോഗിക്കുന്നതാണ്. ലിക്വിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് സോഡിയം അമാൽഗം. അതായത് മെർക്യൂറി പ്ലസ് സോഡിയം എന്ന് പറയാം. ഇവിടെ സോളിഡ് സോഡിയം ആക്ട് ആസ് ദ സോൾവെൻറ്റ്. സോളിഡ് ഇൻ സോളിഡിന് എക്സാമ്പിൾ ആണ് നമുക്കറിയാം ഗോൾഡ് ഓർണമെൻറ്റ്സിൽ കോപ്പർ ഓൾസോ പ്രസൻറ്റ്. കോപ്പർ ആക്ട് ആസ് ദ സൊല്യൂട്ട് ആൻഡ് ഗോൾഡ് ആക്ട് ആസ് ദ സോൾവെൻറ്റ്. ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ മനസ്സിലാക്കി. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുന്നത് ലിക്വിഡ് സൊല്യൂഷൻസിനെ കുറിച്ചാണ്. കോൺസെൻട്രേഷൻ നമുക്ക് ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി രണ്ട് ടൈപ്പിലാണ് എക്സ്പ്രസ് ചെയ്യുക. ക്വാളിറ്റേറ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് സൊല്യൂഷൻ, അതേപോലെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ആണ്. ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും, ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണ്. അതേസമയം കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണ് വെൻ കമ്പയർഡ് ടു ദ എമൗണ്ട് ഓഫ് ദ സോൾവെൻറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് ടൈപ്പ് സൊല്യൂഷൻസ് ആണ്, ഡൈല്യൂട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ്. ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് എങ്ങനെയാണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് വേസ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻ ആണുള്ളത്. അതിൽ ഒന്നാമത്തതാണ് മാസ് പെർസെൻറ്റേജ്, ദെൻ വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. ഇത്രയും ടേംസ് ആണ് നമ്മൾ ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുന്നത്. ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റേറ്റീവ്ലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ നമ്മൾ മാസ് പെർസെൻറ്റേജ് എന്താണെന്ന് നോക്കാം. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ W/W എന്ന് പറയും. അതായത് വെയ്റ്റ് ബൈ വെയ്റ്റ്, മാസ് പെർസെൻറ്റേജ് വെയ്റ്റ് ബൈ വെയ്റ്റ് എന്ന് പറയും. ദ ഡെഫിനിഷൻ ഓഫ് മാസ് പെർസെൻറ്റേജ് എന്താണ്? Mass percentage is the weight of the solute present per 100 units of the solution. അതായത് mass of the component in the solution divided by total mass of the solution into 100 എന്ന് പറയാം. അതായത് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം സൊല്യൂഷനിലെ, അതായത് 100 യൂണിറ്റ്സ് ഓഫ് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞത്, അതിൽ എത്ര ഗ്രാം സൊല്യൂട്ട് പ്രസൻ്റ് ആണെന്നുള്ളതാണ് മാസ് പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു ബൈനറി സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നു. അതായത് എ എന്ന് പറയുന്ന കമ്പോണൻറ്റും ബി എന്ന് പറയുന്ന കമ്പോണൻറ്റും മിക്സ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറഞ്ഞാൽ മാസ് നമ്മൾ എക്സ് ഗ്രാം ആണ് എയുടെ മാസ് എടുക്കുന്നതെങ്കിൽ 5 ഗ്രാം ബിയും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മാസ് പെർസെൻറ്റേജ് ഓഫ് എ എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് പെർസെൻറ്റേജ് ഓഫ് എ ഈസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു 100. അതായത് മാസ് ഓഫ് എ ബൈ മാസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു 100 ആണ് നമുക്ക് കിട്ടുക. ഇതാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 20% W/W മീൻസ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് എന്നാണ് പറയുക. സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അർത്ഥം 100 ഗ്രാം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ 20 ഗ്രാം സോഡിയം ക്ലോറൈഡ് പ്രസൻ്റ് ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ 20 ഗ്രാം ഓഫ് സോഡിയം ക്ലോറൈഡ് ഡിസോൾവ്ഡ് ഇൻ 80 ഗ്രാം ഓഫ് വാട്ടർ. ടോട്ടൽ മാസ് എത്രയാണ്? 20 + 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഗ്രാം ആണ്. ഇതിനെയാണ് നമ്മൾ
20% സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് വോളിയം പെർസെൻറ്റേജ്, അതെങ്കിൽ V/V എന്ന് പറയും. വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വോളിയം സൊല്യൂഷനിൽ എത്ര വോളിയം ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത് പെർട്ടിക്കുലർ കമ്പോണൻറ്റ്, ഇതിനാണ് വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് വോളിയം പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കമ്പോണൻറ്റ് ഇൻ ദ സൊല്യൂഷൻ ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 25% എത്തനോൾ സൊല്യൂഷൻ ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ 25 ml ഓഫ് എത്തനോൾ ഡിസോൾവ്ഡ് ഇൻ 75 ml ഓഫ് വാട്ടർ. ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ 100 ml ആണ്. അതായത് 25 + 75 ഈസ് ഈക്വൽ ടു 100. അപ്പോൾ ഇതിനാണ് 25% സൊല്യൂഷൻ ഓഫ് എത്തനോൾ എന്ന് പറയുന്നത്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 100 ml സൊല്യൂഷനിൽ എത്രയാണ് മാസ് ഓഫ് സൊല്യൂട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത്, ഇതിനെയാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് റെപ്രസെൻ്റ് ചെയ്യുക W/V എന്നാണ്. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 23% W/V സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 23 gram ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 100 ml ഓഫ് ദ സൊല്യൂഷൻ. നമുക്കറിയാം മെഡിസിൻസ് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ അതിലെ കണ്ടൻറ്റ് ഡിഫറെൻറ്റ് കണ്ടൻറ്റ് ഉണ്ടാകും. അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക മാസ് ബൈ വോളിയം പെർസെൻറ്റേജിലാണ്. അപ്പോൾ മെഡിസിൻസിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേമാണ് PPM അല്ലെങ്കിൽ പാർട്സ് പെർ മില്യൺ എന്ന് പറയും. അപ്പോൾ ഈ ടേം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ട് ഈസ് പ്രസൻറ്റ് ഇൻ വെരി മൈന്യൂട്ട് ക്വാണ്ടിറ്റി. അതായത് നമുക്കറിയാം പൊല്യൂഷൻ, നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എയർ പൊല്യൂഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക PPM-ലാണ്. അതേപോലെ വാട്ടർ പൊല്യൂഷനിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക PPM-ലാണ്. അപ്പോൾ വെരി മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിലുള്ള പൊല്യൂട്ടൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PPM നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് PPM എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർട്സ് ഓഫ് ദ സൊല്യൂട്ട് പെർ മില്യൺ പാർട്സ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയാം. അതായത് PPM ഈസ് ഈക്വൽ ടു ടോട്ടൽ പാർട്സ് ഓഫ് ദ കമ്പോണൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ദ പാർട്സ് ഓഫ് ദ ഓൾ കമ്പോണൻറ്റ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 10�6. അതായത് ഒരു മില്യൺ പാർട്സിൽ എത്ര പാർട്സ് ഓഫ് സൊല്യൂട്ട് പ്രസൻ്റ് ആണെന്നാണ് PPM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് PPM എന്താണെന്ന് അറിയാം. മെയിനായിട്ട് നമുക്ക് PPM മാസ് ടു മാസ്, വോളിയം ടു വോളിയം, മാസ് ടു വോളിയം, 3 ടൈപ്സ് ആണ് PPM നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അതേപോലെ പൊല്യൂട്ടൻസ് ഇൻ വാട്ടർ ആസ് വെൽ ആസ് ഇൻ അറ്റ്മോസ്ഫിയർ ഓൾസോ എക്സ്പ്രസ്ഡ് ഇൻ PPM. ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ സീ വാട്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു 5.8 gram per 10�6 gram ഓഫ് സീ വാട്ടർ എന്നാണ്. അതായത് അതിൻ്റെ അർത്ഥം 5.8 gram ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ പ്രസൻ്റ് ആണ് 10�6 gram സീ വാട്ടർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ, അതായത് 10�6 എന്ന് പറഞ്ഞാൽ മില്യൺ പാർട്സ് എന്ന് നമുക്കറിയാം. സോ ഇതിനെയാണ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് PPM എന്ന് പറയുന്നത്. അടുത്ത കോൺസെൻട്രേഷൻ ടേമാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. അതായത് നമുക്ക് സാധാരണഗതിയിൽ ഗ്യാഷ്യസ് സൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യാനാണ് മോൾ ഫ്രാക്ഷൻ ടേം ഉപയോഗിക്കുന്നത്. ആ മോൾ ഫ്രാക്ഷൻ കൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. So chi is equal to number of moles of the component by total number of moles of all the component in the solution. ഒരു ബൈനറി സൊല്യൂഷൻ എയും ബിയും അടങ്ങിയിട്ടുള്ള ഒരു ബൈനറി സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് Na is the number of moles of the component A and Nb is the number of moles of the component B ആണെങ്കിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഓഫ് എ, അതായത് chi A is equal to Na by Na plus Nb ആണ്. അതേപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി chi B is equal to Nb by Na plus Nb ആണ്. സോ നമ്മൾ ഈ chi A plus chi B നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം chi A plus chi B is equal to 1 ആണ്. chi A plus chi B is equal to 1 ആയതുകൊണ്ട് നമുക്ക് പറയാം chi A is equal to 1 minus chi B എന്ന് പറയാം. ഒരു സൊല്യൂഷനിൽ ith കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ chi I is equal to Ni by N1 plus N2 plus etc. up to Ni കമ്പോണൻസ് ആണ്. സോ നമുക്ക് chi
1 plus chi2 plus chi3 plus etc. up to chi I that is equal to 1 ആയിരിക്കും. ഇതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 4 moles ഓഫ് ആൽക്കഹോളും അതേപോലെ 6 moles ഓഫ് വാട്ടറുമാണ് നമുക്കൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആൽക്കഹോളിൻ്റെ മോൾ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽക്കഹോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ആൽക്കഹോൾ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആൽക്കഹോൾ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. നമുക്കറിയാം number of moles of alcohol that is 4 by 4 plus 6 that is equal to 0.4 ആണ്. So mole fraction of alcohol is 0.4. നമുക്കറിയാം the sum of the mole fraction of the all component in a solution that is equal to 1. അതുകൊണ്ട് the mole fraction of alcohol plus mole fraction of water is equal to 1 എന്ന് പറയാം. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയും എഴുതാം, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.4 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 എന്ന് പറയാം. മോൾ ഫ്രാക്ഷൻ റേഷ്യോ ആയതുകൊണ്ട് തന്നെ ഇതൊരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന നെക്സ്റ്റ് ടേം ആണ് മൊളാരിറ്റി. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതിൻ്റെ വീഡിയോ ലിങ്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്കിൽ. അതിൻ്റെ വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് കൂടെ നോക്കാം. മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 liter ഓഫ് ദ സൊല്യൂഷൻ. അതായത് എം ഈസ് ഈക്വൽ ടു എം എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ക്യാപിറ്റൽ എം ആണ് മൊളാരിറ്റി. എം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അതായത് നമ്മുടെ ഒരു സൊല്യൂട്ടിൻ്റെ മാസ് എന്ന് പറയുന്നത് WB ഗ്രാം ആണ്, അതേപോലെ മോളാർ മാസ് MB ഗ്രാം ആണ്. എങ്കിൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു V in ml ആണെങ്കിൽ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു WB into 1000 by MB into V in ml ആണ്. ഇതാണ് നമ്മൾ മൊളാരിറ്റി. അപ്പോൾ ഇതിന് നമുക്ക് ഒരു പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. Calculate the molarity of a solution containing 10 gram of sodium hydroxide in 500 ml of the solution. അതായത് നമുക്ക് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. 500 ml of the solutionൽ നമ്മൾ 10 gram of sodium hydroxide ലയിപ്പിച്ച് കഴിഞ്ഞാൽ what is the molarity? അപ്പോൾ ഇവിടെ നമുക്കറിയാം സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് WB is equal to 10 gram. അതേപോലെ നമുക്ക് തന്നിരിക്കുന്നത് വോളിയം ഓഫ് സൊല്യൂഷൻ V in ml ആണ്, 500 ml ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു V ഈസ് ഈക്വൽ ടു 500 ml ആണ്. സോ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മൊളാർ മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു MB ആണ്. നമുക്ക് മൊളാർ മാസ് MB കണ്ടുപിടിക്കണം സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ. നമുക്കറിയാം അറ്റോമിക് മാസ് ഓഫ് സോഡിയം ഈസ് 23, ഓക്സിജൻ ഈസ് 16 ആൻഡ് ഹൈഡ്രജൻ ഈസ് 1. നമ്മൾ 23 + 16 + 1 is equal to 40, ദാറ്റ് ഈസ് MB. ഇപ്പോൾ നമ്മൾ ഇത് ഈ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ M is equal to WB into 1000 by MB into V in ml ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0.5 mol per liter ആണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾ പെർ ലിറ്റർ ഓർ മോളാർ എന്ന് പറയാം. റെപ്രസെൻ്റ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ M കൊണ്ടാണ്. ഇതാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന അടുത്ത ടേമാണ് മൊളാലിറ്റി. ദറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റർ m. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെൻറ്റ്. അതായത് ഒരു കിലോഗ്രാം സോൾവെൻറ്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻ്റ് ആണെന്നുള്ളതാണ് മൊളാലിറ്റി. അപ്പോൾ M ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ മാസ് ഓഫ് ദ സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. സോ മാസ് ഓഫ് ദ സൊല്യൂട്ട് WB ഗ്രാം എന്നെടുത്താൽ മാസ് ഓഫ് ദ സോൾവെൻറ്റ് ദാറ്റ് ഈസ് WA ആണ്. A റെപ്രസെൻ്റ് ചെയ്യുന്ന സോൾവെൻറ്റ്, B റെപ്രസെൻ്റ് ചെയ്യുന്ന സൊല്യൂട്ടാണ്. അപ്പോൾ നമുക്കിവിടെ മൊളാലിറ്റി M ഈസ് ഈക്വൽ ടു WB into 1000 ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻറ്റു WA എന്ന് പറയാം. WA ഈസ് ദ മാസ് ഓഫ് ദ സോൾവെൻറ്റ്. മൊളാലിറ്റിയിൽ നമുക്ക് ഒരു പ്രോബ്ലംസ് നോക്കാം. An antifreeze solution is prepared from 222.6 gram of ethylene glycol and 200 gram of water. Calculate the molality of the solution. If the density of the solution is 1.072 gram per ml, then what will be the molarity of the solution? അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 222.6 gram ethylene glycol that is dissolved in 200 gram of water. അപ്പം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊളാലിറ്റി ആണ്. പിന്നെ അതേപോലെ ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഈസ്
given, then what will be the molarity of the solution? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മൊളാലിറ്റിയും അതേപോലെ മൊളാരിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യണം. തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് WB is given, that is equal to 222.6 gram. WA അതായത് വാട്ടറിൻ്റെ മാസ്സാണ്. മാസ് ഓഫ് ദ വാട്ടർ ഈസ് 200 gram. അതേപോലെ തന്നെ മോളാർ മാസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ അതായത് 62 gram ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മൊളാലിറ്റി കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കറിയാം മൊളാലിറ്റിയുടെ ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA ഇൻ ഗ്രാം ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക മൊളാരിറ്റി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 17.95 മോൾ പെർ കിലോഗ്രാം ആണ്. അടുത്തത് എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വോളിയം ഓഫ് സൊല്യൂഷൻ അറിഞ്ഞിരിക്കണം. വോളിയം ഓഫ് സൊല്യൂഷൻ ഈസ് നോട്ട് ഗിവൺ ബട്ട് ഡെൻസിറ്റി ഈസ് ഗിവൺ. നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വോളിയം ഓഫ് സൊല്യൂഷൻ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഈസ് ഗിവൺ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.072 gram per ml ആണ്. നമുക്കിവിടെ മാസ് ഓഫ് ദ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ എത്തിലീൻ ഗ്ലൈക്കോൾ പ്ലസ് മാസ് ഓഫ് വാട്ടർ ആണ്. അതുകൊണ്ട് മാസ് ഓഫ് ദ സൊല്യൂഷൻ ഈസ് 422.6 gram ആണ്. ഇവിടെ നിന്ന് നമുക്ക് വോളിയം ഓഫ് സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് വോളിയം ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ആണ്. ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 394.2 ml എന്ന് ലഭിക്കും. സോ നമുക്ക് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. മൊളാരിറ്റി ഇസ് ഈക്വൽ ടു WB ഇൻറ്റു 1000 ബൈ MB ഇൻറ്റു V ഇൻ ml ആണ്. സോ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൊളാരിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു 9.1 മോൾ പെർ ലിറ്റർ എന്ന് ലഭിക്കും. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ ഡിഫറെൻ്റ് വേസിലാണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഈ കോൺസെൻട്രേഷനിൽ നമുക്കറിയാം ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ് ചെയ്യുന്നതാണ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി. അതേസമയം ടെമ്പറേച്ചർ ഡിപ്പെൻഡ് അതായത് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ ടേംസ് ആണ് മൊളാരിറ്റി, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷനിൽ മാറ്റം ഉണ്ടാകുന്നു. അതെന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മൊളാരിറ്റി, അതേപോലെ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, അതേപോലെ വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്, ഈ ടേമിലൊക്കെ നമുക്കറിയാം വോളിയം എന്ന് പറയുന്ന ടേം ഉണ്ട്. സോ വോളിയം നമുക്കറിയാം, ഒരു സൊല്യൂഷൻ്റെ വോളിയം നമുക്ക് ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്യുമെന്നറിയാം. അതേസമയം മാസ് ചേഞ്ച് ചെയ്യൂല. അതേസമയം മാസ് ദർ ഈസ് നോ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് ഈ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം.